ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായമാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്, എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം: 47 വാക്യങ്ങൾ, 3 ശീർഷകങ്ങൾ. അടുത്ത ചോദ്യം: യേശു എന്തിനാണ് ജെറുസലേമിലേക്ക് പോയതായി യോഹന്നാൻ 5:1 പറയുന്നത്? ഉത്തരം: യഹൂദരുടെ ഒരു തിരുനാളിന്. അടുത്ത ചോദ്യം: ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. എന്തിനു ശേഷം? ഉത്തരം: യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമായ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയതിനു ശേഷം. അടുത്ത ചോദ്യം: ബെത്സൈദ ഏതു ഭാഷയിലെ പേരാണ്? ഉത്തരം: ഹെബ്രായ ഭാഷ. അടുത്ത ചോദ്യം: എവിടെയാണ് ബെത്സൈദ? ഉത്തരം: ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. അടുത്ത ചോദ്യം: ബെത്സൈദ കുളത്തിന് എത്ര മണ്ഡപങ്ങളുണ്ട്? ഉത്തരം: 5 മണ്ഡപങ്ങൾ. അടുത്ത ചോദ്യം: ബെത്സൈദ കുളത്തിൽ കിടന്നിരുന്ന രോഗികൾ ആരെല്ലാമായിരുന്നു? ഉത്തരം: കുരുടർ, മുടന്തർ, തളർവാദക്കാർ. അടുത്ത ചോദ്യം: യേശു സുഖപ്പെടുത്തിയ തളർവാദ രോഗിക്ക് രോഗം പിടിപെട്ടിട്ട് എത്ര വർഷമായിരുന്നു? ഉത്തരം: 38 വർഷം. അടുത്ത ചോദ്യം: വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ തളർവാദ രോഗിയോട് യേശു എന്താണ് ചോദിച്ചത്? ഉത്തരം: സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അടുത്ത ചോദ്യം: കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: തളർവാദ രോഗി യേശുവിനോട്. അടുത്ത ചോദ്യം: ഏതു ദിവസമാണ് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്? ഉത്തരം: സാബത്ത് ദിവസം. അടുത്ത ചോദ്യം: എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അധ്യായം, വാക്യം. യോഹന്നാൻ 5:8. അടുത്ത ചോദ്യം: സാബത്താകയാൽ എന്തു നിഷിദ്ധമാണെന്നാണ് യഹൂദർ സുഖം പ്രാപിച്ച മനുഷ്യനോട് പറഞ്ഞത്? ഉത്തരം: കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അടുത്ത ചോദ്യം: യഹൂദർ സുഖം പ്രാപിച്ച മനുഷ്യനോട് കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അടുത്ത ചോദ്യം: യോഹന്നാൻ 5:12 യഹൂദർ സുഖം പ്രാപിച്ചവനോട് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം: ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. അടുത്ത ചോദ്യം: ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഉത്തരം: യേശുവിന്റെ വാക്കുകൾ ബെത്സൈദായിൽ സുഖം പ്രാപിച്ച രോഗിയോട് പിന്നീടൊരിക്കൽ യേശു ദേവാലയത്തിൽ വെച്ച് സുഖം പ്രാപിച്ചവനെ കണ്ടപ്പോൾ പറഞ്ഞത്. അടുത്ത ചോദ്യം: യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയെന്ന് ആരാണ് യഹൂദരെ അറിയിച്ചതായി യോഹന്നാൻ 5:15 പറയുന്നത്? ഉത്തരം: സൗഖ്യം പ്രാപിച്ചവൻ. ഡാഷ് പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. ഉത്തരം: സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ. അടുത്ത ചോദ്യം: എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു യഹൂദരോട് പറഞ്ഞു. അടുത്ത ചോദ്യം: ഏത് പ്രവൃത്തി മൂലമാണ് യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചത്? ഉത്തരം: കാരണം
അവൻ ശാപത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവപുത്രനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്നും വിളിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്ന എത്ര വാക്യങ്ങളുണ്ട്? ഏവ? യോഹന്നാൻ അധ്യായം 5-ൽ 3 വാക്യങ്ങളുണ്ട്. 5:19, 5:24, 5:25. അടുത്ത ചോദ്യം, എന്തല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യോഹന്നാൻ 5:19 പറയുന്നത്? ഉത്തരം, പിതാവ് ചെയ്തു കാണുന്നത് അല്ലാതെ. അടുത്ത ചോദ്യം, എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ ഡാഷും ചെയ്യുന്നു. പൂരിപ്പിക്കുക. ഉത്തരം, പുത്രനും ചെയ്യുന്നു. അടുത്ത ചോദ്യം, എന്തെന്നാൽ പിതാവ് ഡാഷ് ഡാഷ് താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. പൂരിപ്പിക്കുക. ഉത്തരം, പുത്രനെ സ്നേഹിക്കുകയും. അടുത്ത ചോദ്യം, നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ ഡാഷ് അവിടുന്ന് അവനെ കാണിക്കും. ഉത്തരം, വലിയ പ്രവൃത്തികളും. അടുത്ത ചോദ്യം, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് എന്തു ചെയ്യുന്നു? ഉത്തരം, അവർക്ക് ജീവൻ നൽകുന്നു. അടുത്ത ചോദ്യം, പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് എന്ത് നൽകുന്നു? ഉത്തരം, ജീവൻ നൽകുന്നു. അടുത്ത ചോദ്യം, പിതാവ് ആരെയും വിധിക്കാതെ വിധി മുഴുവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ഉത്തരം, പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിന് പിതാവ് എന്താണ് ചെയ്തത്? ഉത്തരം, പിതാവ് ആരെയും വിധിക്കാതെ വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, പുത്രനെ ആദരിക്കാത്തവരാരും എന്തു ചെയ്യുന്നില്ല? ഉത്തരം, അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. അടുത്ത ചോദ്യം, ആർക്കാണ് നിത്യജീവൻ ഉള്ളത്? ഉത്തരം, യേശു പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത ചോദ്യം, ആർക്കാണ് ശിക്ഷാവിധി ഉണ്ടാകാത്തത്? ഉത്തരം, യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന്. അടുത്ത ചോദ്യം, ആരാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നത്? ഉത്തരം, യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ശിക്ഷാവിധിയില്ല, പ്രത്യുത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അടുത്ത ചോദ്യം, ഏത് സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്നാണ് യോഹന്നാൻ 5:25 പറയുന്നത്? ഉത്തരം, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. അടുത്ത ചോദ്യം, പുത്രന് എന്തിനുള്ള വരമാണ് പിതാവ് നൽകിയിരിക്കുന്നത്? ഉത്തരം, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. അടുത്ത ചോദ്യം, ഡാഷ് ആയതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം, മനുഷ്യപുത്രൻ ആയതുകൊണ്ട്. അടുത്ത ചോദ്യം, എവിടെയുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു? ഉത്തരം, കല്ലറകളിൽ ഉള്ളവരെല്ലാം. അടുത്ത ചോദ്യം, ഡാഷ് എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. അടുത്ത ചോദ്യം, നന്മ ചെയ്തവർ എന്തിന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ എന്തിന്റെ ഉയർപ്പിനായുമാണ് പുറത്തു വരുന്നത്? ഉത്തരം, നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ
ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അടുത്ത ചോദ്യം, 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം, യേശുവിന്റെ സാക്ഷ്യം. അടുത്ത ചോദ്യം, സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ വിധിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം, ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. അടുത്ത ചോദ്യം, എന്റെ വിധി ന്യായപൂർവകവുമാണ്. കാരണം? ഉത്തരം, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അടുത്ത ചോദ്യം, എങ്ങനെയെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല എന്നാണ് യേശു പറയുന്നത്. ഉത്തരം, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല. അടുത്ത ചോദ്യം, ആരുടെ സാക്ഷ്യം സത്യമാണെന്നാണ് യോഹന്നാൻ 5:32 പറയുന്നത്? ഉത്തരം, എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെ കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണ്. അടുത്ത ചോദ്യം, നിങ്ങൾ ആരുടെ അടുത്തേക്ക് ആളയച്ചപ്പോഴാണ് അവൻ സത്യത്തിന് സാക്ഷ്യം നൽകിയെന്ന് യേശു പറഞ്ഞത്? ഉത്തരം, യോഹന്നാന്റെ അടുത്തേക്ക്. അടുത്ത ചോദ്യം, ഞാൻ മനുഷ്യരുടെ എന്ത് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഉത്തരം, സാക്ഷ്യം സ്വീകരിക്കുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്? യോഹന്നാൻ 5:34 അനുസരിച്ച് ഉത്തരം എഴുതുക. ഉത്തരം, നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന്. അടുത്ത ചോദ്യം, കത്തിജ്വലിക്കുന്ന ഒരു ഡാഷ് ആയിരുന്നു അവൻ? ഉത്തരം, വിളക്കായിരുന്നു. അടുത്ത ചോദ്യം, അല്പസമയത്തേക്ക് എന്തിന് ഒരുക്കവുമായിരുന്നു എന്നാണ് യോഹന്നാൻ 5:35 പറയുന്നത്? ഉത്തരം, അല്പസമയത്തേക്ക് അവന്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ ഒരുക്കവുമായിരുന്നു. അടുത്ത ചോദ്യം, ആരുടേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്നാണ് 5:36 പറയുന്നത്? ഉത്തരം, യോഹന്നാന്റേതിനേക്കാൾ. അടുത്ത ചോദ്യം, പിതാവാണ് യേശുവിനെ അയച്ചതെന്ന് എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നതായി യേശു പറയുന്നത്? ഉത്തരം, ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ. പിതാവ് എന്നെ അയച്ചെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ചോദ്യം, ആരുടെ സ്വരം നിങ്ങൾ കേട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല എന്നാണ് യോഹന്നാൻ 5:37 യേശു പറയുന്നത്? ഉത്തരം, എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അടുത്ത ചോദ്യം, അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഉത്തരം, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട്. അടുത്ത ചോദ്യം, എന്തു തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നാണ് യോഹന്നാൻ 5:39 യേശു പറയുന്നത്? ഉത്തരം, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. അടുത്ത ചോദ്യം, എന്നിട്ടും നിങ്ങൾക്ക് ഡാഷ് ഉണ്ടാകേണ്ടതിന് എന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു? ഉത്തരം, ജീവൻ ഉണ്ടാകേണ്ടതിന്. അടുത്ത ചോദ്യം, മനുഷ്യനിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല? ഉത്തരം, മഹത്വം. അടുത്ത ചോദ്യം, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ഡാഷ് ഇല്ല? ഉത്തരം, ദൈവസ്നേഹമില്ല. അടുത്ത ചോദ്യം, ഞാൻ ആരുടെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അടുത്ത ചോദ്യം, എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ എന്തു ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, സ്വീകരിക്കും. അടുത്ത ചോദ്യം, പരസ്പരം ഡാഷ് സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന ഡാഷ് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഉത്തരം, മഹത്വം സ്വീകരിക്കുകയും മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക്. അടുത്ത ചോദ്യം,
പിതാവിന്റെ സന്നിധിയിൽ ആരായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക? ഉത്തരം: നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശ. അടുത്തത്: നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം പറയുന്നത് എന്ത്? ഉത്തരം: കാരണം എന്നെ കുറിച്ച്, അതായത് യേശുവിനെ കുറിച്ച് അവൻ, അതായത് മോശ എഴുതിയിരിക്കുന്നു. അടുത്ത ചോദ്യം: എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അവൻ ആര്? പറയുന്നത് ആര്? അവൻ മോശ, പറയുന്നത് യേശു.